ഇന്ന് എനർജി ഒരു പൊട്ടിക്ക് മേളിൽ നിൽക്കാൻ പോവാണ് ഗൈസ്. കാരണം ഇന്ന് നമ്മുടെ ഷോ കത്തിക്കാനായിട്ട് നാട്ടുകൂട്ടമായിട്ട് എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്നും ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് യൂട്യൂബേഴ്സ്. ഈ യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഇവരുടെ ഇമോഷൻസ് ആണ് ഇവർ നമുക്ക് തന്നിരിക്കുന്നത്. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാലും ഓരോ സിറ്റുവേഷൻസിന്റെ ആ ഒരു ഇമോഷൻസ് എന്ത് ഭംഗിയായിട്ടാണ് ഇവര് അഭിനയിച്ചിരിക്കുന്നത്. മിസ്റ്റർ ടോൾ ശരിക്കും എത്രയുണ്ട് ഹൈറ്റ്? 6.6. ഓക്കെടാ, ആദ്യമായിട്ടാണ് ഹൈറ്റ് ഇത്രയൊക്കെ. പുള്ളിക്കാരന്റെ അപ്പന് നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പനെ അറിയാവുന്നതാണ്, എന്റെ അപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അത് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ആ കഥയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് അവിടെ ആ സുജി ആന്റീനെ ഒന്ന് നോക്കിക്കേ. ആന്റിന്ന് വിളിക്കാൻ തോന്നുന്നില്ല. എടി പെണ്ണേ നീ കൊള്ളാലോ. സുജി ചേച്ചി എങ്ങനെ ഈ ഗ്യാങ്ങിന്റെ കൂടെ പെട്ടു? എന്റെ മോനൊരു യൂട്യൂബറാ, മിസ്റ്റർ സോഡ്ജ് എന്നാണ് പേര്. ഞാൻ അങ്ങനെ വീട്ടിൽ എല്ലാരും അഭിനയിക്കാൻ വന്നപ്പോൾ ഞാൻ അങ്ങ് അഭിനയിച്ചതാ. എനിക്ക് അഭിനയം എന്തൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും അമ്മയായിട്ട് അഭിനയിക്കാണ്. സൂപ്പർ സൂപ്പർ. ഇവരൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇവരൊക്കെ മുഖങ്ങൾ നമ്മൾ ഓരോ വീഡിയോസിലും കാണാറുണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബ് ചെയ്ത് വീഡിയോ ഇടാറുണ്ട്. അങ്ങനെയല്ലോ ചെയ്യുന്നേ? ആണ്. ഈ കൂട്ടത്തിൽ ഇവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബ് ചെയ്യുമെങ്കിലും ഇവരെ നമ്മൾ ഈ കൂട്ടത്തിലെ കൊമ്പനോടെ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആളെന്ന് വന്നിട്ടില്ല. GP റൈഡർ ബോയ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാരും കണ്ടിട്ടുണ്ട്. ഒരുപാട് മറ്റേ ഇമോഷൻ ഒക്കെ ചെയ്ത് ഓഡിയോ ഒക്കെ വെച്ചിട്ട് അവരെ ആക്ച്വലി ഇവരുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഒരുപാട് പേരുണ്ടല്ലേ. അപ്പൊ ഞങ്ങളെ എല്ലാരും കൊണ്ടുവന്നത് അവൻ തന്നെയാണ്. അപ്പം അമ്മ മാത്രമല്ല ഞങ്ങൾ ടീം കുറെ പേരുണ്ട്. അതിൽ മെയിൻ ആയിട്ട് അമ്മയും അച്ഛനും അഭിനയിക്കുന്നുണ്ട്. വൈഫ് അഭിനയിക്കുന്നുണ്ട്. അടിപൊളി ഫാമിലി പടം, ഫാമിലിയാണ്, ഫാമിലി പാക്കേജ്. ഈ അവന്തിക ആരുടെ ട്രോഫിയാണ്? അവന്തിക എന്റെ ട്രോഫി. ഒരേപോലെ ഷർട്ട് ഇട്ട് വന്നിട്ട് മനസ്സിലായി. തോന്നില്ല. അല്ല അത് തോന്നി, പക്ഷെ നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ ഒരേപോലത്തെ ഇപ്പൊ അവർ രണ്ടും വൈറ്റും ഇട്ടേക്കാം. പക്ഷെ അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോ? അത് തക്കുടുമ്പ. ഞങ്ങള് എന്റെ കല്യാണം കഴിഞ്ഞത് ഇതുവരെയായിട്ടും കുറച്ചു പേർക്കൊന്നും അറിഞ്ഞിട്ടില്ല. എക്സ്ക്ലൂസീവ്. അയ്യോ ഒരു കാര്യം ചെയ്യ്, നീ മോഹം മറിച്ചിരി. അറിഞ്ഞാലേ അയ്യോ അങ്ങനല്ല. ഇനി ആരും അറിയില്ലടാ. ആരെയാ കല്യാണം കഴിച്ചേ? അല്ല കുറച്ച് പെൺപിള്ളേര്. കുറച്ചോ അല്ലാതെ ഒരു പെണ്ണിനെയോ? ഒരു പെണ്ണിനെ. ഇതാണ് അല്ല നിങ്ങൾ പറഞ്ഞ കുറച്ച് പെണ്ണുങ്ങളെ. അതാണ് എന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് കുറച്ചു പേർക്കൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള അതാണ് ഞാൻ പറഞ്ഞത്. അത്യാവശ്യം മനസ്സിലായില്ലേ? അവന്റെ കല്യാണം കഴിഞ്ഞത് കുറച്ച് പെൺപിള്ളേരെ അറിയിച്ചിട്ടില്ല. അയ്യോ അങ്ങനല്ല. അത് ഇപ്പൊ പറഞ്ഞ അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. അത് അറിയിക്കാത്തോണ്ടല്ലേ ഒരു ഫോട്ടോ ഇട്ട് അറിയാറുണ്ടല്ലോ. ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റ ഐഡിയ കൊണ്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല എന്റെ കല്യാണ ഫോട്ടോക്ക് അത്യാവശ്യം ഒരു 7 മില്യൺ 8 മില്യൺ. ഭാര്യയെ പിടിച്ച് ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഫോട്ടോ ഇട്ടു. 7 മില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന്റെ പകുതി ജനങ്ങൾ അറിഞ്ഞു. എന്നിട്ട് അവൻ പറയാം ആരും അറിഞ്ഞിട്ടില്ല. അല്ല അത് ഇവളാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴേ ഇവരിങ്ങനെ നോക്കും, നിങ്ങൾ ഫ്രണ്ട്സ് ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ അല്ല ഇതെന്റെ വൈഫാ. അയ്യോ നിങ്ങൾ കല്യാണം കഴിച്ചതാണോ? അങ്ങനത്തെ സംസാരം വരും. ഞാൻ വിശ്വസിക്കില്ല. അത് മോശം സംസാരം. അല്ലല്ല ഞാൻ പറഞ്ഞല്ല അത് കള്ളത്തരാന്ന്. ഇവിടെ റിയൽ ഫേസ് ഇതല്ല. ഇങ്ങനെയൊക്കെ നിൽക്കും. വീട്ടിന്റെ അകത്ത് വേറെ പേര് തക്കുടുമ്മ എന്നാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്. തക്കുടുമ്മ കാണിക്കുന്നുണ്ട് അവര് പിണക്കം വരുമ്പോഴത്തേക്ക്. ഇത് ഒരു വീടായിട്ട് അങ്ങ് സങ്കല്പിച്ച് മുന്നോട്ടേക്ക് പോവാം. പെടകമ്പം. ഇത് ഇരട്ടപ്പേരുകൾ എന്തോരാ വരുന്നേന്ന് നോക്കിയേ. വേറെന്താ ഇരട്ടപ്പേര്? അത് സംഭവം എന്താണെന്നറിയാവോ? ഞാനിപ്പോ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഞാൻ വഴക്കൊക്കെ പറയത്തില്ലേ, അവള് പെട്ടെന്ന് സാഡ് ആവും. നമുക്കതല്ലേ ചെയ്യാൻ അറിയുള്ളൂ, തിരിച്ചു വഴക്കറിയാൻ അറിയില്ലല്ലോ. ചെന്നിട്ട് പെട്ടെന്ന് എന്റെ പൊന്നേ വാവി എന്നൊക്കെ പറഞ്ഞ് അപ്പോഴത്തേനും ആളങ്ങ് ഓക്കെ ആവും. ചില റിലേഷൻഷിപ്പിലൊക്കെ വഴക്കിട്ട് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ മിണ്ടാക്കി ഇരിക്കത്തില്ലേ. ഇതങ്ങനല്ല, നമ്മൾ പോയി മിണ്ടണം, സ്നേഹിക്കണം. നീ ആ പൊന്നാ ഗ്യാങ്ങിലുള്ളതാണോ? ഞാൻ പൊന്നാ ഗ്യാങ്ങിലുള്ള അടിയടാ, ഞാൻ പൊന്നാന്ന് വിളിക്കും. അത്രേ ഉള്ളൂ. പൊന്നാ ഗ്യാങ് വേറെ ലെവൽ, അത് വേറെ യൂണിവേഴ്സാ. അയ്യോ അതെ പൊന്നാന്ന് വിളിക്കും. അഖിലേട്ടാ നിങ്ങൾ ഇതിലില്ല, കേട്ടാ മതി. നിങ്ങൾ ബാച്ചിലറും അല്ല, ക്രോണിക് ബാച്ചിലറിനെക്കാട്ടിലും ബാച്ചിലർ ആയിട്ട് ഇരിക്കുകയാണ്.